ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, പെയർ ഓഫ് ഇക്വേഷൻസിൽ നിന്ന് ചോദിക്കുന്ന കിള്ളി പറത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. പല കുട്ടികൾക്കും ടഫായിട്ട് മാറാറുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ചെയ്യണം എന്നറിയാതെ അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങിയിട്ട് പകുതി വഴിയിൽ സ്റ്റക്കായി പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഇന്ന് നമുക്ക് മാരത്തോൺ ഉണ്ട്, 7:30 പൊളിക്കണം. സോ എല്ലാ മക്കളും ഫ്രണ്ട്സിലൊക്കെ കൂട്ടിയിട്ട് മാരത്തോൺ ലൈവ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, സൈലത്തിന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടെ ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമന്റും ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദ്യം പഠിക്കാം. സ്ക്വയറിന്റെ സൈഡ് നമുക്കറിയില്ല, അതുകൊണ്ട് എക്സ് എന്നും വൈ എന്നും എടുക്കാം. വലിയ സ്ക്വയറിന്റെ സൈഡ് എക്സ്, ചെറിയ സ്ക്വയറിന്റെ സൈഡ് വൈ. ഇതിന്റെ പെരിമീറ്ററിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 32 ആണ്. സോ ഒരു സ്ക്വയർ, വലിയ സ്ക്വയറിന്റെ സൈഡ് എത്രയാ? 4x. സോറി, എക്സ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ പെരിമീറ്റർ 4x ആണ്. ചെറുതിന്റെ സൈഡ് y ആണെങ്കിൽ പെരിമീറ്റർ 4y ആണ്. കുറച്ച് കഴിഞ്ഞാൽ 32. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഇക്വേഷനിലുള്ള എല്ലാവരുടെയും കൂടെ 4 ഉണ്ട് അല്ലേ? 4ന്റെ മൾട്ടിപ്പിൾസ് ആണ് 4x, 4y, 32 എന്ന് പറയുന്നത് 4ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ എല്ലാവരെയും നമുക്ക് 4 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 4x-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ്, 4y-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൈ, 32-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാടാ? 8. ശരിയാണോ? എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 8 ആണ്. ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. നോക്കൂ, ചതുരങ്ങളുടെ നീളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതാണ് എക്സ് മൈനസ് വൈ. അത് എത്രയാണ്? 8 സെന്റിമീറ്റർ. ഇവിടെ മീറ്ററിലാണ് തന്നത്. സോ 8 മീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദെയർ സൈഡ്സ്. അതായത് എക്സും വൈയും കണ്ടുപിടിക്കണം. ഇവിടെ ഡിഫറൻസ് ഇൻ ദെയർ ഏരിയ, സൈഡ് എക്സ് ആണെങ്കിൽ ഏരിയ എക്സ് സ്ക്വയർ, സൈഡ് വൈ ആണെങ്കിൽ ഏരിയ വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അത് നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അതെത്രയാ? എത്രയാടാ? 208. 208. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതെന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു 208. എക്സ് മൈനസ് വൈ എത്രയാണ് മക്കളെ? നമുക്കറിയാമല്ലോ. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. സോ 208 ഡിവൈഡഡ് ബൈ 8. എക്സ് മൈനസ് വൈനെ ആ സൈഡിലേക്ക് കൊണ്ടുവന്നു, അതായത് 8 ആണ്. സോ എക്സ് പ്ലസ് വൈ ഇൻറ്റു 8 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 208 ആണെന്നറിയാം. സോ അതിൽ നിന്നാണ് ഞാൻ ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ ആണ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു 8 എന്ന് പറയുന്നത് 208 ആണ്. സോ 8നെ ആ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 8. സെറ്റ് ആണല്ലോ. 208 എത്ര പ്രാവശ്യം 8 പോകും? 20 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം. ശരിയല്ലേ? 20 2 പ്രാവശ്യം. സോ 26. 26 ഇൻറ്റു 8 ആണ്. 25 ഇൻറ്റു 8 200. 26 ഇൻറ്റു 8 ആണ് 208. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് കിട്ടി? 26 ആണ്. സോ എക്സ് പ്ലസ് വൈ 26-ഉം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 8-ഉം ആണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കാം. നോക്കിക്കോ, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2x ഇസ് ഈക്വൽ ടു, രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും 2x. 26-ഉം 8-ഉം കൂട്ടിയാൽ എത്രയാ? 34 അല്ലേ? 34. സിമ്പിൾ ആണ്. അപ്പോൾ എക്സ് എത്രയാ? 34 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 7. എക്സ് 7 ആണെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടി. എക്സ് എത്രയാ? എക്സ് 7 ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എക്സ് 7 ആണെന്ന് കിട്ടിയാൽ വൈ അല്ലേ വേണ്ടത്? ഓക്കെ, നമുക്കറിയാം എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 8 ആണ്. ദാറ്റ് ഈസ് 7. ശരിയല്ലേ? എക്സ് എന്ന് പറയുന്നത് 17 ആണ് കേട്ടോ. 7 അല്ല, 17 ആണ്. 17 മൈനസ് വൈ is equal to 8. So y is equal to 17 minus 8, which is equal to 9 meter. 9 മീറ്റർ. ഇവിടെ 17 മീറ്റർ ആണ് അതിന്റെ സൈഡ്. ഓക്കെ ആണല്ലോ. 34ന്റെ പകുതി എന്ന് പറയുന്നത് 17 ആണ്. ഞാൻ നേരത്തെ 7 എന്ന് അറിയാണ്ട് എഴുതിപ്പോയതാണ്, സോറി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. റെഡി ആണല്ലോ? റൈറ്റ് എ 2 ഡിജിറ്റ് നമ്പർ വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 9. അക്കങ്ങളുടെ തുക 9 വരുന്ന ഒരു 2 ഡിജിറ്റ് നമ്പർ എഴുതണം. സിമ്പിൾ. 18. 1 8 കൂട്ടിയാൽ എത്രയാ? 9.
ഇനി നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു രണ്ടക്ക സംഖ്യയെ നമ്മളെങ്ങനെയാ ആൾജിബ്ര അഥവാ ബീജഗണിതം ഉപയോഗിച്ച് എഴുതുക? മക്കളെ പഠിച്ചു വെച്ചോ. എങ്ങനെയാണെന്നറിയോ? 10x പ്ലസ് y. ഇപ്പൊ നമ്പർ 98 ആണെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഇതാം? 10x പ്ലസ് y. അവിടെ x എന്താണ്, y എന്താണ്? x എന്ന് പറയുന്നത് 9 ആണ്, അതായത് 10ന്റെ സ്ഥാനത്തുള്ള അക്കം. 10 × 9 പ്ലസ് y എന്ന് പറയുന്നത് 8. 10 × 9 പ്ലസ് 8 ഇങ്ങനെ എഴുതാം. സോ ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 10x പ്ലസ് y ആണ്. ഇനി അതിലെ അക്കങ്ങൾ നമ്മൾ തിരിച്ചിടുന്നു എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഇത്രയാണ്. രണ്ട് അക്കങ്ങളും കൂട്ടിക്കഴിഞ്ഞാൽ അക്കങ്ങൾ എക്സും വൈയും ആണ്. അക്കങ്ങൾ ഏതൊക്കെയാ? എക്സും വൈയും ആണ്. ഈ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുക 9 ആണ്. അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ എത്രയാ? 9 ആണ്. ഇനി the number got by interchanging the digits എന്ന് പറഞ്ഞാൽ 10x പ്ലസ് y എന്ന് പറയുന്ന നമ്പറിലെ അക്കങ്ങളെ തിരിച്ചിടുന്നു. y ആണ് 10ന്റെ സ്ഥാനത്ത് വരിക. 10x പ്ലസ് y എന്നുള്ളത് മാറിയിട്ട് എന്താകും? 10y പ്ലസ് x ആകും. അതായത് 98 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതെന്താണ്? 10 × 9 പ്ലസ് 8 ആണ്. ശരിയല്ലേ? 89 എന്ന് പറഞ്ഞാലോ 10 × 8 പ്ലസ് 9 ആണ്. ഇതേ രീതിയിൽ 10x പ്ലസ് y എന്ന് പറയുന്ന നമ്പർ അതിനെ തിരിച്ചിട്ടാൽ എന്താവും? 10y പ്ലസ് x ആകും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ എന്ത് കുറയ്ക്കുന്നു? ശരിക്കുള്ള നമ്പർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നടാ പറയുന്നത്? കുറച്ചാൽ നിങ്ങൾക്ക് കിട്ടുക 27 ആണ്. ചോദ്യം പറയുന്നു, അതായത് ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ തിരിച്ചിട്ടാൽ കിട്ടുന്ന നമ്പർ ശരിക്കുള്ള നമ്പറിനേക്കാൾ 27 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാൽ കിട്ടുന്ന നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ കുറച്ചാൽ 27 കിട്ടും. ഓക്കെ ആണേ? സോ നമുക്ക് കുറയ്ക്കാൻ പോവാം. 10y പ്ലസ് എക്സ്, ബ്രാക്കറ്റിന്റെ പുറത്താണ് മൈനസ് ഉള്ളത്. സോ മൈനസ് 10x മൈനസ് y, മൈനസ് 10x മൈനസ് y ഇസ് ഈക്വൽ ടു 27. ഓക്കെ ആണേ? ഇനി നിങ്ങൾ നോക്കുക, 10y നിന്ന് ഒരു y കുറച്ചാൽ എത്ര വരാ? ശ്രദ്ധിക്കുക, 10y നിന്ന് ഒരു y പോയാൽ ബാക്കി എത്രയുള്ളത്? 9y. ശരിയല്ലേ? 9y. ഇനി x മൈനസ് 10x, അതിലായിരിക്കും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുക. x മൈനസ് 10x, അത് ഒരു എക്സിൽ നിന്ന് 10x കുറയ്ക്കുന്നു. അറിയില്ല, 10x നിന്ന് ഒരു x കുറച്ചാൽ എത്രയാ? തിരിച്ച് 10x നിന്ന് ഒരു x കുറച്ചാൽ 9x. അപ്പോൾ x നിന്ന് 10x കുറച്ചാൽ മൈനസ് 9x. ഓക്കെ, നിങ്ങളോട് പറയാണ് 10x മൈനസ് x. അപ്പൊ ആൻസർ എത്രയാ? അപ്പോൾ ആൻസർ 9x. ഇനി x മൈനസ് 10x ആണെങ്കിൽ അപ്പോൾ ആൻസർ എന്താ? സിമ്പിൾ, ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ മതി, മൈനസ് 9x. ഇത് മനസ്സിലുണ്ടായാൽ മതി കേട്ടോ, മനസ്സിലുണ്ടായാൽ മതി. 9y മൈനസ് 9x എന്ന് പറയുന്നത് 27 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് 9y 9x 27, ഇത് മൂന്നും 9ന്റെ മൾട്ടിപ്പിൾസ് അല്ലേ? ആണ്. അപ്പൊ നമ്മൾ എന്താക്കുക? എല്ലാരെയും 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എല്ലാരെയും ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടും? y മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 3. y മൈനസ് എക്സ് നമുക്ക് കിട്ടി. ഓക്കെ, y മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 3 ആണെന്ന് നമുക്ക് കിട്ടി. എത്രയാ മക്കളെ? y പ്ലസ് എക്സ്. വൈയും എക്സും കൂട്ടിയാൽ എത്രയാ? വൈയും എക്സും വൈയും കൂട്ടിയാൽ കിട്ടുന്ന തന്നെ. എക്സും വൈയും കൂട്ടിയാൽ 9 ആണ്. അപ്പോൾ വൈയും എക്സും കൂട്ടിയാലും 9. സോ നേരെ വൈയും ആഡ് ചെയ്താൽ 2y, 9 3 12. 2y 12 ആണെങ്കിൽ y എത്രയാ? y ഈസ് ഈക്വൽ ടു 12/2, അതായത് 6. എത്രയാ? 6. സോ 6നോട് എന്ത് കൂട്ടിയാലാ 9 കിട്ടുക നോക്കിയാൽ പോരെ. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 9 ആണ്. അതായത് എക്സ് പ്ലസ് 6 ചെയ്താൽ 9 ആണ്. അങ്ങനെയാണെങ്കിൽ എത്രയാ എക്സ്? സിമ്പിൾ. എക്സ് എന്ന് പറയുന്നത് 9 മൈനസ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 3. അപ്പൊ നമ്പർ ഏതാ? നമ്പർ എന്ന് പറയുന്നത് ശരിക്കുള്ള നമ്പർ 36 ആണോ? 36. അത് തിരിച്ചിട്ടാൽ ഏതാ നമ്പർ? 63. വ്യത്യാസം നോക്ക്, 36നോട് 27 കൂടുതലാണ്. 36നേക്കാൾ 27 കൂടുതലാണ് തിരിച്ചിട്ടാൽ കിട്ടുന്ന നമ്പർ. അപ്പൊ നമ്മുടെ ആൻസർ ശരിയാണ്.
സോ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാരത്തോൺ ലൈവുകൾ അറ്റൻഡ് ചെയ്യുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.